ഹലോ ഗൈസ്, വെൽക്കം ടു എസ് എസ് സ്റ്റോറീസ്. മസിനഗുഡി വഴി ഊട്ടിക്കൊരു യാത്ര, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണത്രേ. ആ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി നേരെ ഊട്ടിക്ക് പോകുന്ന വഴിക്ക് നമ്മളെന്താക്കി, ഒരു തേയിലത്തോട്ടത്തിലൊന്ന് പിടിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാവരും കൂടി അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ചന്ദ്രവിപ്പിയും കൊണ്ട് എടുത്ത ഒരു ഒറ്റ ഓട്ടം. ശേഷം അവിടുന്ന് രണ്ട് ഫോട്ടോ ഒക്കെ കാച്ചി നേരെ നമ്മൾ വണ്ടിയിലോട്ട് കയറി. നമ്മളെ മുതുമലൈ ടൈഗർ റിസർവ് നമ്മളെ സ്വാഗതം ചെയ്തു. പിന്നെ ശേഷം കണ്ട കാഴ്ചകൾ നോക്കിയല്ലോ. അതാ നമ്മളൊരു മാനേഷ് കുമാറിനെ കണ്ടു, മൈലേഷ് കുമാറുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് പേരൊക്കെ കണ്ടു കേട്ടോ. നമ്മൾ സിംഹം പുലിയൊന്നും കണ്ടില്ല. പിന്നെ നമ്മൾ ഏകദേശം ഊട്ടി നമ്മൾ എത്താനായി. കല്ലട്ടി ചുരം വഴി നമ്മൾ ഊട്ടി എത്തി. ഇതായിരുന്നു നമ്മൾ അവിടെ താമസിച്ച ശിവ് റെസിഡൻസി. അത്യാവശ്യം നല്ല ഹോട്ടലായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, സാധനങ്ങളൊക്കെ കാറിൽ നിന്ന് ഇറക്കി വെച്ചു. നേരെ നമ്മൾ റൂം കാണാൻ വേണ്ടി പോയി. അങ്ങനെ നമുക്ക് താക്കോൽ കിട്ടി. നമുക്ക് നോക്കിയാലോ, ഇതായിരുന്നു നമ്മുടെ റൂം. അത്യാവശ്യം നല്ല ബെഡ് സ്പേസ് ഉള്ള റൂമാണ്. ഇവിടെ ഒരു നൈറ്റ് നമുക്ക് ഏകദേശം 6000-7000 രൂപയോളം വരുന്നുണ്ട്. നമ്മൾ ഫാമിലിയോടൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് നല്ല ലാഭമാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അങ്ങനെ ഇതായിരുന്നു നമ്മുടെ ബാത്റൂം. നല്ല വലിപ്പമുണ്ട് കേട്ടോ. ശേഷം നമ്മൾ എന്താക്കി, ഭക്ഷണം കഴിക്കാൻ വേണ്ടി അങ്ങ് ഇറങ്ങി. പിന്നെ ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മളിവിടെ എത്തി. ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ നൈറ്റ് വ്യൂ. രാത്രിയിലെ കാഴ്ച വളരെ മനോഹരമായിരുന്നു. അങ്ങനെ ഏകദേശം നമ്മൾ 1 മണിക്കൂറോളം നമ്മളങ്ങനെ പുറത്ത് നിന്ന് സംസാരിച്ചു. അങ്ങനെ നമ്മൾ ക്യാമ്പ് ഫയർ ഒക്കെ പറഞ്ഞിരുന്നു, പക്ഷെ നമുക്ക് കിട്ടിയില്ല. അങ്ങനെയാണ് നമ്മൾ ആ ഞെട്ടിക്കുന്ന കാഴ്ച വീണ്ടും കണ്ടത്. പറക്കും വണ്ടായി ഒരു വണ്ട് വന്നേ. ശേഷം ഈ വണ്ട് മറ്റൊരു വണ്ടിനെയും കൂടി കൂട്ടി ഹോട്ടലിൻ്റെ വരാന്തകളിലൂടെ ഇങ്ങനെ നടന്നു. അപ്പോഴാണ് എനിക്ക് ആ മാടമ്പള്ളിയിലെ രോഗികളെക്കുറിച്ച് എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ കൂടുതലൊന്നും ചിന്തിക്കാൻ നോക്കിയില്ല, വേഗം കൂട്ടുകയറാൻ പറഞ്ഞു. അങ്ങനെ ഏകദേശം ഒരു 12-1 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഉറങ്ങി. പിറ്റേന്ന് രാവിലെ നമ്മളൊരു 8-9 മണിയാകുമ്പോഴേക്കും ഊട്ടി കാണാൻ അങ്ങ് ഇറങ്ങി. വളരെ ദയനീയ അവസ്ഥയായിരുന്നു ഗേസ്. നമ്മൾ പോയത് മാർച്ചിലായിരുന്നു. അങ്ങനെ പിന്നെ ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടു. നേരെ നമ്മളിങ്ങനെ വണ്ടിയിൽ കയറി. ഒടുക്കത്തെ വെയിലുമാണ്. പിന്നെ നമ്മൾ നേരെ പോയത് പൈൻ ഫോറസ്റ്റിലേക്കായിരുന്നു. പിന്നെ എവിടെ നോക്കിയില്ല, ഓലക്കുടയും പിലിക്കുടയും ചൂടി ഒരു ഒറ്റൊരോട്ടം. അലിനെ നോക്കി കിട്ടിയില്ല. പിന്നെ സാന്ദ്രവീപ്പിയും കൊണ്ടങ്ങ് കറങ്ങി. അങ്ങനെ ഏകദേശം ഒരു 10-20 മിനിറ്റിന് ശേഷം നമ്മൾ അവിടുന്ന് അങ്ങ് ഇറങ്ങി. ഇനി നമ്മൾ നാട്ടിലേക്ക് പോകാനുള്ള വഴിയാണ്. അങ്ങനെ നമ്മൾ ഗൂഡല്ലൂർ വഴി നമ്മളങ്ങ് നാട്ടിലേക്ക് പോവുകയാണ് ഗേസ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പിന്നെയും ഒരു സ്ഥലത്തങ്ങ് നിർത്തി. അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ ഏകദേശം ഒരു 5-10 മിനിറ്റോളം നമ്മൾ ഇവിടെ നമ്മൾ കാറങ്ങ് സൈഡാക്കി. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങ് എടുത്തു. പിന്നെ ഒരു 10 മിനിറ്റ് ആയിരുന്നു നമ്മൾ ആ പൈൻ മരങ്ങൾക്കിടയിലൂടെ അങ്ങ് നടന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു നടത്തം. നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദൂരം നമ്മൾ നടന്നു. പിന്നെ നമ്മൾ നേരെ വണ്ടിയിലോട്ടങ്ങ് കയറി. അങ്ങനെ ഉദകമണ്ഡലത്തിനോട്, നീലഗിരി കുന്നുകളോട് നമ്മളങ്ങനെ ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഇനിയും നമ്മൾ മറ്റൊരു വീഡിയോയുമായി വരും. ബൈ ബൈ.